Page 35, question number 7. 16, 24, 32, etc. എല്ലായിടത്തും സീക്വൻസിൻ്റെ ടേംസിൻ്റെ സമ്മിനോട് 9 ആഡ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. 16, 24, 32 എന്നർത്ഥം സീക്വൻസിൻ്റെ പദങ്ങളുടെ തുകയോട് 9 കൂട്ടുമ്പോൾ ഒരു പൂർണ്ണവർഗം കിട്ടും എന്ന് തെളിയിക്കണം. ഇതിനായിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 16 + 24 = 40. അതിനോട് 9 പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 49 കിട്ടും. ഈ 49 എന്ന് പറയുന്നത് 7 × 7 ആണ്. അപ്പോൾ 7 സ്ക്വയർഡ് നമുക്ക് എഴുതാം. അതായത് 9 പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയെന്ന് അർത്ഥം. ഇനി നമുക്ക് 16, 24, 32 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 40, 72 കിട്ടും. ആ 72 9 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 81 കിട്ടും. അപ്പോൾ 81 എന്ന് പറഞ്ഞാൽ 9 × 9 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 9 സ്ക്വയർ എന്ന് എഴുതാം. അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് കാണാൻ സാധിക്കും നമുക്ക്. അത് പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സീക്വൻസ് എടുത്ത് എഴുതാം. 16, 24, 32, etc. x1, x2, x3 നെയിം ചെയ്യാം. x1 = f = 16, d = 24 - 16 = 8. നമുക്ക് xn = dn + f - d = d 8. 8n + f 16 - 8 = 8n + 8 ഇടുന്നു. ഇനി എൻ്റെ സം കണ്ടുപിടിക്കാം. സം = n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം n/2 × ഫസ്റ്റ് ടേം 16 + xn 8n + 8 n/2 × 8 ഇറക്കി എഴുതാം +16 + 8 നമുക്ക് 24 കിട്ടുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n/2 കൊണ്ട് 8n ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് n/2 × 8n n/2 × 24 n/2 × 24 ഈ 2 കൊണ്ട് 8നെ 4 ടൈംസ്. അപ്പോൾ 4 n × n n സ്ക്വയേർഡ് പ്ലസ് ഈ 2 കൊണ്ട് 24 ഡിവൈഡ് ചെയ്യുന്നിടത്ത് 12. അപ്പോൾ 12n കിട്ടുന്നു. അപ്പോൾ സം കിട്ടി. ഇനി സമ്മോട് എന്ത് ചെയ്യണം? 9 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം സം + 9 = സം 4n² + 12n + 9. ഇത് a സ്ക്വയേർഡ് + 2ab + b സ്ക്വയേർഡ് ഫോർമുല വെച്ച് കിടക്കുന്നത്. അതിന് നമ്മൾ a + b ² ആക്കി മാറ്റും. 4n² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4n² = 2n × 2n. അപ്പോൾ 4n² 2 n² n എല്ലായിടത്തും പ്ലസ് ആണ്. ഇപ്പോൾ പ്ലസ് 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 3 ആണെന്നറിയാം. അപ്പോൾ 9² 3² അതായത് a + b ² ആക്കി. ഇനി ശരിയാണ് ചെക്ക് ചെയ്യാനായിട്ട് 2ab ചെയ്ത് നോക്കിയാൽ മതി. 2ab = 2 × a × b. 2 × a എന്ന് പറഞ്ഞാൽ 2n ആണ്. ഇവിടെ b എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2 × a 2n × b എന്ന് പറഞ്ഞാൽ 3. അതെന്ത് ചെയ്യുമ്പോൾ 2 × 4 4 × 3 12. അപ്പോൾ 12n എന്ന് കിട്ടുന്നു. ആ 12n ഈ 2ab ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്. ഇവിടെ 7² ഉണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കി. 9² ഉണ്ടപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലായി നമുക്ക്. ഇവിടെയോ 2n + 3² കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം
The sum of any number of terms of the sequence added to 9 is a perfect square എന്ന് എഴുതി അവസാനിപ്പിക്കാം. കൂട്ടുകാരെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്പർ പാറ്റേൺസ് ആണ് തന്നിരിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ആദ്യം ചെയ്യുന്നത്. ഇതിനോടൊപ്പം പറയുന്ന എക്സാമ്പിൾസ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. പേജ് നമ്പർ 36, ക്വസ്റ്റ്യൻ നമ്പർ 9. ഇവിടെ ഒരു നമ്പർ പാറ്റേൺ തന്നിരിക്കുകയാണ്. ഈ നമ്പർ പാറ്റേണിൻ്റെ D3 ആണ്. ഫസ്റ്റ് ലൈനിൽ 1 ടേം ആണുള്ളത്, സെക്കൻഡ് ലൈനിൽ 2 ടേംസ് ആണുള്ളത്, തേർഡ് ലൈനിൽ 3 ടേംസ് ആണുള്ളത്, ഫോർത്ത് ലൈനിൽ 4 ടേംസ് ആണുള്ളത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് 2 ലൈൻസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 5th 6th ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലായ കാര്യം, 1 ടേം ഇൻ ദ ഫസ്റ്റ് ലൈൻ, 2 terms in second line, 3 terms in third line, 4 terms in fourth line, n terms in nth line. അപ്പോൾ 5 terms in 5th line. ഈ 5th ലൈനിലെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് 4th ലൈനിലെ ലാസ്റ്റ് നമ്പറായ 31നോട് 3 പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ 31 പ്ലസ് 3 34, 34 പ്ലസ് 3 37, 37 പ്ലസ് 3 40, 40 പ്ലസ് 3 43, 43 പ്ലസ് 3 46. 5 ടേംസ് ഇൻ 5th ലൈൻ, 1 2 3 4 5. ഈ 6th ലൈൻ എഴുതാം. There are 6 terms in the 6th line. 6th ലൈനിൻ്റെ ഫസ്റ്റ് ടൈം എഴുതാനായിട്ട് 5th ലൈനിലെ ലാസ്റ്റ് നമ്പറോടുകൂടി 3 പ്ലസ് ചെയ്താൽ മതി. ഇപ്പോൾ 46 പ്ലസ് 3 49, 49 പ്ലസ് 3 52, 52 പ്ലസ് 3 55, 55 plus 3 58, 3 61, 64. At the question, calculate the first and last terms of the 20th line. 20th ലൈനിലെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് 19th ലൈനിലെ ലാസ്റ്റ് ടൈമിനോടുകൂടി 3 പ്ലസ് ചെയ്താൽ മതിയാവും. 19th ലൈനിലെ ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ പാറ്റേൺ നോക്കി നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പാറ്റേണിൽ 4th ലൈനിലെ ലാസ്റ്റ് നമ്പർ 31 ആണ്. ഈ 31 തന്നിട്ടില്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് പരിശോധിക്കാം. 1 ടേം ഇൻ ഫസ്റ്റ് ലൈൻ പ്ലസ് 2 ടേംസ് ഇൻ സെക്കൻഡ് ലൈൻ പ്ലസ് 3 ടേംസ് ഇൻ തേർഡ് ലൈൻ പ്ലസ് 4 ടേംസ് ഇൻ ദ 4th ലൈൻ. നമുക്ക് 4th ലൈനിൻ്റെ ലാസ്റ്റ് ടൈം വേണ്ടത് ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പറിൻ്റെ സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു 1 പ്ലസ് n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈംസ് 4. അപ്പോൾ 4/2 ഇൻറ്റു 1 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 10. ഈ 10 എന്ന് പറയുന്നത് 4th ലൈനിലെ ലാസ്റ്റ് ടൈമിൻ്റെ പൊസിഷനാണ്. നമ്മൾ xn കണ്ടുപിടിക്കുകയാണെങ്കിൽ 4th ലൈനിലെ ലാസ്റ്റ് ടൈം നമ്മൾക്ക് കിട്ടും. ഫോർ എഴുതാം, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. x10 ഈസ് ഈക്വൽ ടു d 3 ഇൻറ്റു n 10 പ്ലസ്
first term 4 minus 3 is equal to 30 plus 1 is equal to 31. അതായത് ഫോർത്ത് ലൈനിലെ ലാസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ സ്ഥാനം 10 ആണെന്നും 10th പൊസിഷൻ അതായത് 10ാം സ്ഥാനത്തുള്ള ടേം 31 ആണെന്നും മനസ്സിലാക്കി പഠിച്ച ശേഷം അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഇതുപോലെ ഫിഫ്ത്ത് ലൈനിലെ ലാസ്റ്റ് ടൈം നമ്മൾക്കറിയില്ല എങ്കിൽ കണ്ടുപിടിക്കുക. 1 ടേം ഇൻ ദ ഫസ്റ്റ് ലൈൻ. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5. One plus 2 plus 3 plus 4 plus 5 is equal to n by 2 into 1 plus n is equal to 5 by 2 into 1 plus 5 is equal to 5 by 2 into 6 is equal to 15. 15 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ലൈനിലെ ലാസ്റ്റ് നമ്പറിൻ്റെ പൊസിഷനാണ്. നമ്മൾ x15 കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് ലൈനിലെ ലാസ്റ്റ് ടൈം കിട്ടും. xn is equal to dn plus f minus d. x15 is equal to d3 into 15 plus f 4 minus 3 is equal to 45 plus 1 is equal to 46. അതായത് ഫിഫ്ത്ത് ലൈനിലെ ലാസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ 15 ആണെന്നും 15th പൊസിഷനിലുള്ള ടേം 46 ആണെന്നും മനസ്സിലായല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്യാൻ ആവശ്യമായ 19th ലൈനിലെ ലാസ്റ്റ് ടേമിൻ്റെ പൊസിഷനും ആ പൊസിഷനിലെ ടേമും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഫോർത്ത് ലൈനിലെ ലാസ്റ്റ് ടൈം 31, അതിൻ്റെ പൊസിഷൻ 10. 1 2 3 4 5 6 7 8 9 10. ഫോർത്ത് ലൈനിലെ ലാസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ 10. അപ്പോൾ x10 ഈസ് ഈക്വൽ ടു 31. അതുപോലെ തന്നെ ഫിഫ്ത്ത് ലൈനിലെ ലാസ്റ്റ് നമ്പറിൻ്റെ പൊസിഷൻ 15. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. പൊസിഷൻ 15. അപ്പോൾ x15 ഈസ് ഈക്വൽ ടു 46. ഇതേപോലെ തന്നെ നമ്മൾക്ക് 19th ലൈനിൻ്റെ ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. 1 plus 2 plus 3 plus എക്സെട്രാ 19th ടേമിൻ്റെ ലാസ്റ്റ് ടൈമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 19 ഈസ് ഈക്വൽ ടു 4 എഴുതാം n/2 ഇൻറ്റു 1 plus n ഈസ് ഈക്വൽ ടു 19/2 ഇൻറ്റു 1 plus 19 ഈസ് ഈക്വൽ ടു 19/2 ഇൻറ്റു 20. 2 കൊണ്ട് 10 കട്ടിയാനത്ത് 10 ഈസ് ഈക്വൽ ടു 190. അപ്പോൾ അതിന് പൊസിഷൻ കിട്ടി. ഇനി നമുക്ക് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്ന ഫോർമുലയിൽ x190 ഈസ് ഈക്വൽ ടു d3 n 190 പ്ലസ് f ഫസ്റ്റ് ടൈം 4 മൈനസ് d3 ഈസ് ഈക്വൽ ടു 570 plus 1 is equal to 571. Last time of the 19th line is equal to 571. First term of the 20th line is equal to 571 plus 3 is equal to 574. Sequence എഴുതാം.
574, 577, 580, etc. There are 20 terms in the 20th line. N is equal to 20. X1 is equal to F is equal to 574. D is equal to 3. X20 is equal to dn plus f minus d is equal to d3 into n20 plus first term 574 minus 3 is equal to 60 plus 571 is equal to 631. Our last term of the 20th line is equal to 631. 20th ലൈനിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച സ്റ്റെപ്പുകൾ നമുക്ക് ഒന്നുകൂടി ഓർമ്മിച്ച് പഠിക്കാം. ആദ്യം 19th ലൈനിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു. 1 + 2 + 3 + എക്സെട്ര + 19 is equal to 190 എന്ന് കിട്ടുന്നു. 19th ലൈനിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ 190 എന്ന് മനസ്സിലാക്കുന്നു. ഇനി 19th ലൈനിൻ്റെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുമ്പോൾ 571 എന്ന് കിട്ടുന്നു. ലാസ്റ്റ് ടേം ഓഫ് 19th ലൈൻ is equal to 571. വീണ്ടും 20th ലൈനിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായി 571നോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 571 + 3 is equal to 574 എന്ന് കിട്ടുന്നു. ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ is equal to 571 + 3 is equal to 574. തുടർന്ന് 20th ലൈനിൻ്റെ സീക്വൻസ് എഴുതുന്നു. ഫസ്റ്റ് ടേം 574, കോമൺ ഡിഫറൻസ് 3 ആഡ് ചെയ്യുമ്പോൾ 574 + 3 is equal to 577. സെക്കൻഡ് ടേം is equal to 577. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 577 + 3, തേർഡ് ടേം is equal to 580. അങ്ങനെ സീക്വൻസ് 574, 577, 580 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം f is equal to 574, d is equal to 3. 20 terms in 20th line. അപ്പോൾ n is equal to 20. Last term of the 20th line is equal to dn plus f minus d. 3 into 20 plus 574 minus 3 is equal to 60 plus 571 is equal to 631. Page 86, question number 8. ഇവിടെ നമ്പർ പാറ്റേൺ തന്നിരിക്കുകയാണ്. അതിൻ്റെ ഡിഫറൻസ് 1 ആണ്. 1 term in the first line, 2 terms in the second line, 3 terms in the third line, 4 terms in the fourth line. നമ്മളോട് അടുത്ത 2 ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5th ലൈൻ എഴുതാനായിട്ട് 4th ലൈനിൻ്റെ ലാസ്റ്റ് ടൈമിനുകൂടി ഡി പ്ലസ് ചെയ്താൽ മതി. 10 + 1, 11, 12, 13, 14, 15, 1, 2, 3, 4, 5 terms in the 5th line. 6th line എഴുതാനായിട്ട് 5th ലൈനിൻ്റെ ലാസ്റ്റ് ടൈമിനോടുകൂടി 1 പ്ലസ് ചെയ്താൽ മതി. 16, 17, 18, 19, 20, 21, 1, 2, 3, 4, 5, 6 terms in 6th line. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദി 10th ലൈൻ. 10th ലൈനിലെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് 9th ലൈനിലെ ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കണം.
അതിനായി 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9. 9th ലൈനിലെ ലാസ്റ്റ് നമുക്ക് ആവശ്യം is equal to n/2 into 1 + n is equal to 9/2 into 1 + 9 is equal to 9/2 into 10. 2 25 times 95 45. ഈ 45 എന്ന് പറഞ്ഞാൽ 9th ലൈനിലെ ലാസ്റ്റ് ടേമിൻ്റെ പൊസിഷനാണ്. നമ്മൾക്ക് x45 കണ്ടുപിടിക്കാം. ചെയ്യാം. x1 is equal to dn plus f minus d. x45 is equal to d1 into 45 plus first term 1 minus d1 is equal to 45 plus 0 is equal to 45. തന്നിരിക്കുന്ന നമ്പർ പാറ്റേൺ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഈ രണ്ടും സെയിം ആയിരിക്കും. ഈ കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് ടേം ഓഫ് ദി 9th ലൈൻ ഈസ് ഈക്വൽ ടു 45. ഫസ്റ്റ് ടേം ഓഫ് ദി 10th ലൈൻ is equal to 45 plus 1 is equal to 46. Sequence ചെയ്താൽ നമുക്ക് 46, 47, 48, etc. There are 10 terms in the 10th line. അപ്പോൾ n is equal to 10, x1 is equal to f is equal to 46, d is equal to 1. x10 is equal to dn plus f minus d എന്നുള്ള ഫോർമുലയിൽ d1 into 10 plus first term 46 minus 1 is equal to 10 plus 45 is equal to 55. Last term of the 10th line is equal to 55. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഈ ഫസ്റ്റ് ലൈൻ തുടങ്ങി 10th ലൈൻ വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ 1 തുടങ്ങി ലാസ്റ്റ് നമ്പർ വരെ 45 വരെയുള്ള എല്ലാത്തിൻ്റെയും സം കണ്ടുപിടിക്കണം. അപ്പോൾ n is equal to 55, x1 is equal to 1, xn is equal to 55. Sum is equal to n/2 into x1 plus xn is equal to n of 55 by 2 into x1 1 plus 55. 55 by 2 into 56, 2 and 56 ഡിവൈഡ് ചെയ്യുമ്പോൾ 28, ഇൻറ്റു ചെയ്യുമ്പോൾ 1540.